നമുക്കിപ്പോൾ PMSS5 ബ്ലോക്കിലെ ഒരു ഫയർ UPS റൂമും പിന്നെ ഒരു ചെറിയ ഫയർ ഉണ്ടായിരുന്നു. ആ ഫയറിലെ ഒരു സ്മോക്ക് അത് എല്ലാ ബ്ലോക്കിലെ ഫില്ലായി ഉണ്ട്. ഈ സ്മോക്ക് വാസ് ഫിൽഡ് ഇൻറ്റയർ ഏരിയ. ഇപ്പം എല്ലാ പേഷ്യൻസ് നമുക്ക് മാറ്റിയിട്ട് വേറെ സ്ഥലത്തിൽ മാറ്റിയിട്ടുണ്ട്. നമുക്ക് പ്രൈവറ്റ് ആശുപത്രിയും മറ്റേ ബ്ലോക്സിലെ പിന്നെ ജില്ലാ ആശുപത്രിയും എല്ലാ സ്ഥലത്തിൽ ഈ പേഷ്യൻസ് മാറ്റി. ഇപ്പോൾ ലാസ്റ്റായിട്ട് ന്യൂറോളജിക്കൽ ബ്ലോക്കിലെ ചില പേഷ്യൻസ് ഇപ്പോൾ ഉണ്ടായിരുന്നു. അതിൻ്റെ പ്രോപ്പർ കൃത്യമായിട്ട് കൺട്രോൾ മൂവ്മെൻറ്റ് ആക്കിയിട്ട് അതിൽ ഓൾറെഡി ഇവാക്വേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. 1 or 2 പേഷ്യൻസ് ഇപ്പോൾ ലെഫ്റ്റ് ആണ്. ഈ പേഷ്യൻസിൻ്റെ സേഫ്റ്റി നോക്കിയിട്ട് HODയും പ്രിൻസിപ്പലും എല്ലാ ആശുപത്രി മെഡിക്കൽ കോളേജിൻ്റെ എല്ലാ സ്റ്റാഫ് വളരെ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്തിട്ട് അണ്ടർ പ്രോപ്പർ സൂപ്പർവിഷൻ ഹാസ് ബീൻ ഷിഫ്റ്റഡ് ഔട്ട്. ആൻഡ് ഇപ്പോൾ ഉള്ള ബിൽഡിംഗ് ഓൾമോസ്റ്റ് ക്ലിയർ ആയതുകൊണ്ട് ഒരു കാഷ്വാലിറ്റി ഇല്ല. ചില പേഷ്യൻസ് പ്രൈവറ്റ് ആശുപത്രിയിലേക്ക് പോയിട്ടുണ്ട്. അതിൻ്റെ സ്റ്റേറ്റസ് നമുക്ക് കളക്ട് ചെയ്തിട്ട് നമുക്ക് അറിയിക്കാം. ആസ് ഓഫ് നൗ എവറിഥിങ് ഈസ് അണ്ടർ കൺട്രോൾ. ഒരു പ്രശ്നമില്ലാതെ നമുക്ക് എല്ലാ പേഷ്യൻസ് സേഫ് ആണ്, സെക്യൂർ ആണ്. പിന്നെ വേറെ ഡാമേജും അത്ര അധികം ഇല്ല. ഒരു ചെറിയ ഒരു ഇപ്പോൾ 1 or 2 പേഷ്യൻസ് പെൻഡിങ് ആണ്. അത് സ്ലോ ആയിട്ട് ഇപ്പോൾ മൂവ്മെൻറ്റ് ആക്കിയിട്ട് അത് മൂവ് ആവും. റഫ്ലി 20 to 30 പേഷ്യൻസ് നമുക്ക് മാറ്റി. 30 പേഷ്യൻസ് നമുക്ക് ഓൾറെഡി മാറ്റിയിട്ടുണ്ട്. അതിൻ്റെ എക്സാക്ട് കാരണം നമുക്ക് അറിയത്തില്ല. അത് കൺഫർമേഷൻ വന്നതിന് ശേഷം നമുക്ക് അറിയാം. പക്ഷേ റഫ്ലി അത്രയല്ല 30 പേഷ്യൻസ് നമുക്ക് മാറ്റിയിട്ട് ഓൾറെഡി മറ്റേ ബ്ലോക്സും പ്രൈവറ്റ് ആശുപത്രി അതിലേക്ക് മാറ്റി. ന്യൂറോളജിക്കൽ ബ്ലോക്കിലെ ചെറിയ പ്രശ്നമായിരുന്നു. കാരണം അതൊരു വേറെ നാലാമത്തെ ഫ്ലോറിലെ കുറിച്ച് ഒരു എക്സ്ട്രാ ആയിട്ട് സ്മോക്ക് ഉണ്ടായിരുന്നു. അത് മൂവ്മെൻറ്റ് സ്ലോ ആയിട്ടുണ്ടായിരുന്നു. അത്രയുള്ള പ്രശ്നം ഓൾറെഡി അത് മാറ്റി വേറെ ബ്ലോക്കിലേക്ക് പോയി. കുറച്ച് ഈ ICUവിൻ്റെ പേഷ്യൻറ്റും വെന്റിലേറ്റർ പേഷ്യൻ്റ് ആയിരുന്നു. പക്ഷേ അതൊരു പ്രശ്നമല്ലാതെ മാറ്റി. റഫ്ലി 28 to 30 ആണ് ആസ് ഓഫ് നൗ. 28 to 30 പേഷ്യൻസ് അത്ര. പക്ഷേ അതിൽ കൂടുതൽ വരും. അത് ബിക്കോസ് ഐ കനോട്ട് ഗെറ്റ് ദ നമ്പേഴ്സ്. കാരണം ചില നമ്പേഴ്സ് ഇപ്പോൾ കോളേജ് തന്നെയാണ്. അതുകൊണ്ട് നമുക്ക് കുറച്ച് അതെ 30 മാക്സിമം ആണ്. ഇത് എക്സാക്റ്റ് ആയിട്ട് നമ്മൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞിട്ടില്ല. ബട്ട് വിൽ ഗെറ്റ് അതെ തന്നെ കെട്ടിട്ടില്ല. കാരണം ഇത് ഫാസ്റ്റായിട്ട് മൂവ്മെൻറ്റ് ആയിരുന്നു. ഇപ്പോൾ 5-10 മിനിറ്റിൽ നമുക്ക് ഈ നമ്പറും നമുക്ക് പറയാം. ബട്ട് ആസ് ഓഫ് നൗ ഇപ്പോൾ ആരുമില്ല. ഇപ്പോൾ ന്യൂറോ എല്ലാം മാറ്റി എല്ലാം ക്ലിയർ ആയി. ഒരു ഷോർട്ട് സർക്യൂട്ട് ആയിരുന്നു. പക്ഷേ ഫയർ ഡിപ്പാർട്ട്മെൻറ്റ് അത് UPS റൂമിൽ ആയിരുന്നു. ഇപ്പോൾ ഉള്ള ഇൻഫർമേഷൻ അതാണ്. UPS റൂമിൽ കൂടുതൽ പരിശോധന വരും. പക്ഷേ കാരണം ആദ്യമായിട്ട് ടാർഗറ്റ് എന്താണ്, ബിൽഡിംഗ് ക്ലിയർ ആക്കിയിട്ട് അത് നമുക്ക് എല്ലാ നോൺ ഉദ്യോഗസ്ഥരും ഡോക്ടർമാരും പുറത്തേക്ക് ആക്കണം. ഫയർഫോഴ്സും പോലീസ് മാത്രം വളരെ ഫാസ്റ്റായിട്ട് റെസ്പോൺസ് ആക്കിയിട്ട് എല്ലാം ക്ലിയർ ചെയ്യുന്നുണ്ട്. ഈ റെസ്പോൺസ് ക്ലിയർ ചെയ്തിട്ട് നമുക്ക് പേഷ്യൻസ് സ്റ്റേറ്റസ് ഹെൽത്തും ആസ് ഓഫ് നൗ പേഷ്യൻ്റ് എല്ലാം സേഫാണ്, എല്ലാം സെക്യൂർഡാണ്. പ്രൈവറ്റ് ആണെങ്കിൽ പബ്ലിക് ഹോസ്പിറ്റൽ ആണെങ്കിൽ ജില്ലാ ആശുപത്രിയിൽ ബീച്ച് ഹോസ്പിറ്റലിൽ ഓൾറെഡി നമുക്ക് കൺട്രോൾ റൂം സെറ്റ് ആക്കിയിട്ട് എക്സ്ട്രാ പേഷ്യൻറ്റിൽ ലോഡ് വരും. ഇപ്പോൾ OP പേഷ്യൻറ്റിൽ അതും അവർ സെറ്റ് ആക്കിയിട്ടുണ്ട്. വി ആർ എക്സ്പെക്ടിങ് ദാറ്റ് ഏത് പ്രശ്നമാണെങ്കിൽ ഓൾ ദി ആശുപത്രി നമുക്ക് ഗവൺമെൻറ് ലെവലും പ്രൈവറ്റ് ആശുപത്രി എല്ലാവർക്കും ഇൻഫോർമേഷൻ പോയിട്ടുണ്ട്. എല്ലാ സിസ്റ്റംസ് നമുക്ക് അവൈലബിൾ ആണ്. ഇപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ടല്ല, അതൊരു പ്രോട്ടോകോൾ ഉണ്ട്. അതിൻ്റെ മാഡം ഇപ്പോൾ കമൻറ്റ് ചെയ്യാൻ പറ്റത്തില്ല. എനിക്ക് കൺഫർമേഷൻ വേണം. അത്രേ ഇല്ല ആസ് ഓഫ് നൗ നോ പ്രോബ്ലം. ചില വേറെ ബ്ലോക്സിൽ ലോഡ് അധികമാവും. പക്ഷേ അതുകൊണ്ട് നമുക്ക് ബാക്കി ഇൻസ്റ്റിറ്റ്യൂഷൻസിലേക്ക് നമുക്ക് മാറ്റാം. ബീച്ച് ഹോസ്പിറ്റൽ നമുക്ക് എല്ലാവർക്കും അറിയാം. സിറ്റിയിലെ ബീച്ച് ഹോസ്പിറ്റലിലെ കുറച്ചൊരു എക്സ്ട്രാ ഡോക്ടേഴ്സും നമുക്ക് കിട്ടും. മെഡിക്കൽ കോളേജിൻ്റെ ഡോക്ടേഴ്സും നമ്മുടെ ഡോക്ടേഴ്സും എല്ലാം അണ്ടർ കൺട്രോൾ ആസ് ഓഫ് നൗ. ഓക്കെ, ഇപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ടല്ല. കുറച്ച് സമയം കഴിഞ്ഞിട്ട് ബിൽഡിംഗ് ക്ലിയർ ആവും. അത് കഴിഞ്ഞിട്ട് നോക്കാം. ഓക്കെ.